എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നിസ്തുല നാമത്തിൽ പ്രഭാതവന്ദനം അറിയിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ഗലാത്യ ലേഖനം 5-ാം അധ്യായം 1-ാം വാക്യം. ഗലാത്യർ 5:1. സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി, ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ, അടിമനുഖത്തിൽ പിന്നെയും കുടുങ്ങിപ്പോകരുത്. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുതിയ പ്രഭാതം, പുതിയ സാധ്യതകളും നന്മകളും ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. വിശുദ്ധ പൗലോസ് ഗലാത്യ സഭയോട് പറയുന്നു, അടിമനുഖത്തിന് കീഴ് പിന്നെയും കുടുങ്ങിപ്പോകരുത്. ന്യായപ്രമാണത്തിൻ്റെ അടിമ നുഖത്തിൽ നിന്നുള്ള വിടുതലാണ് പൗലോസിൻ്റെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ താക്കോൽ രൂപാന്തരപ്പെട്ട ജീവിതം മാത്രമല്ല, മുഴുവനും സമർപ്പിക്കപ്പെട്ട ജീവിതവുമാണ്. കർത്താവിനോടുള്ള ബന്ധത്തിൽ സമർപ്പിക്കപ്പെടാത്ത ഏതെങ്കിലും ഭാഗമുണ്ടെങ്കിൽ അത് ദൈവകരങ്ങളിൽ കൊടുക്കണം എന്ന പൗലോസ് തൻ്റെ വാക്കുകളിലൂടെ നമ്മെയും ഓർമ്മിപ്പിക്കുന്നു. ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മുടെ ജീവിത നൗകയെ അടുപ്പിക്കുന്ന കർത്താവ്. പൗലോസ് പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇത് ജീവിത സായാഹ്നത്തിൽ സന്തോഷത്തോടെ പറഞ്ഞ വാക്കുകളാണ്. അതിൻ്റെ കാരണം ജീവിതത്തിൻ്റെ മുഴുവൻ ഭാഗവും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്ത ഒരു മനുഷ്യൻ്റെ ചാരിതാർത്ഥ്യം നിറഞ്ഞ വാക്കുകളാണ്. മറ്റൊന്നിനും അടിമപ്പെടാതെ പൂർണ്ണമായും ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യമാക്കപ്പെട്ട ജീവിതം. ഒരു കഥ ഇങ്ങനെയുണ്ട്. ഒരാൾ തൻ്റെ വീട് വിൽക്കാൻ തീരുമാനിച്ചു. ആ വീട് വാങ്ങാൻ മറ്റൊരാൾ വരികയും ചെയ്തു. വിലയൊക്കെ പറഞ്ഞപ്പോൾ വലിയ വിലയൊന്നും അല്ല. ഇത് നല്ല വിലയാണ് എന്ന് കരുതി അദ്ദേഹം അത് വാങ്ങിക്കാൻ തീരുമാനിച്ചു. കാരണം അത്രയും വിലയ്ക്കൊന്നും ഒരു വീട് കിട്ടുക അത്ര എളുപ്പമല്ല. എന്നാൽ എഗ്രിമെൻ്റ് എഴുതുമ്പോൾ ഒരു വ്യവസ്ഥ, വീട് കൊടുക്കും, സ്ഥലവും കൊടുക്കും, വീട്ടിലെ ഫർണിച്ചറും കൊടുക്കും. എന്നാൽ ഉടമസ്ഥൻ്റെ ബെഡ്റൂമിനകത്ത് ഒരു ആണി അടിച്ചിട്ടുണ്ട്. ആ ആണി മാത്രം കൊടുക്കില്ല, ബാക്കിയെല്ലാം കൊടുക്കും. അപ്പോൾ വാങ്ങാൻ വന്ന ആൾ ചിന്തിച്ചു, ബെഡ്റൂമിൻ്റെ അകത്ത് ഒരാണി ഇരുന്നാൽ എന്താ കുഴപ്പം, അതവിടെ ഇരുന്നോട്ടെ, ഏതായാലും ഇത് സഹായ വിലയാണ്, അതുകൊണ്ട് ആണി അവിടെ ഇരുന്നോട്ടെ എന്ന വ്യവസ്ഥയിൽ കച്ചവടം നടത്തി. നല്ല സഹായ വിലയായതുകൊണ്ട് ബാക്കി രൂപ എടുത്ത് വീടൊക്കെ പെയിൻ്റ് അടിച്ച് എല്ലാം ഭംഗിയാക്കി. അദ്ദേഹം പുതിയ ആൾ താമസം തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രിയിൽ പഴയ ഉടമസ്ഥൻ വന്നു. അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു സഞ്ചിയുണ്ട്. എന്തിനാണ് വന്നത്, വീട്ടുകാരൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ സഞ്ചി ആണിയിൽ തൂക്കാൻ വന്നതാണ്. അപ്പോൾ പുതിയ ഉടമസ്ഥൻ പറഞ്ഞു, ഇത് എൻ്റെ വീടാണ്. പഴയ ഉടമസ്ഥൻ പറഞ്ഞു, വീട് തൻ്റേതാണ്, പക്ഷെ ആണി എൻ്റേതാണ്. അപ്പോൾ ഇടപാട് വെച്ച് നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്ന പ്രമാണം അല്ലെങ്കിൽ അതിൻ്റെ എഗ്രിമെൻ്റ് നോക്കുമ്പോൾ സമ്മതിക്കേണ്ടി വന്നു. സഞ്ചി ആണിയിൽ തൂക്കിയിട്ട് അയാൾ അവിടെ നിന്ന് പോയി. കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും വന്നു. അപ്പോൾ കയ്യിലൊരു ചെറിയ പൊതിക്കെട്ടുണ്ട്. അത് ദുർഗന്ധമൊക്കെ വമിക്കുന്ന എന്തോ സാധനങ്ങൾ പൊതിഞ്ഞതാണ്. അത് സഞ്ചിയിൽ ഇടാൻ വന്നതാണ്. വീട്ടുകാരൻ പറഞ്ഞു, അയ്യോ വീട് എൻ്റേതാണ്, ഇത് പറ്റില്ല. അദ്ദേഹം പറഞ്ഞു, ആണിയും സഞ്ചിയും തൻ്റേതാണ്.
അയാളുടെ വരവ് ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഒടുവിൽ പുതിയ ഉടമയ്ക്ക് ആ ജീവിതം സഹിക്കാൻ കഴിയാതെ വളരെ കുറഞ്ഞ വിലയ്ക്ക് ആ വീട് വിറ്റിട്ട് അവിടെ നിന്നും പോകേണ്ടി വന്നു. കാരണം ഒരേ ഒരു ആണിയാണ് പ്രശ്നം. പലതും വിട്ടുകളഞ്ഞു, പലതും കൊടുത്തു. എന്നാലും ക്രിസ്തീയ ജീവിതത്തിൽ ഇനിയും വിടാത്ത ചില മേഖലകളുണ്ട്. അത് ആത്മീയ ജീവിതത്തിന് മുൻപിൽ നിൽക്കുന്ന പലർക്കും ചിലതൊക്കെ വിടാൻ ഒരു പ്രയാസമുണ്ട്. പൗലോസ് പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഗലാത്യ ലേഖനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകൾ അതാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ വീണ്ടെടുത്തിരിക്കുന്നു. അടിമ നുകത്തിൽ കുടുങ്ങിപ്പോകരുത്. ഇനി എങ്ങനെ ജീവിക്കണമെന്ന് പൗലോസ് പറയുന്നു. ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. സ്വയത്തെ വിട്ടപ്പോൾ വേറൊരാൾ വന്ന് ആ വേദി അലങ്കരിച്ചു. രൂപാന്തരം വന്ന ജീവിതം മാത്രമല്ല, സമർപ്പിക്കപ്പെട്ട ജീവിതം മാത്രമല്ല, ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട ജീവിതം മാത്രമല്ല, നിറഞ്ഞ ജീവിതവും കൂടെയാണ്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, പകരം വേറൊരാൾ വന്ന് എന്നിൽ നിറഞ്ഞു. ക്രിസ്തു എന്നിൽ വന്ന് നിറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ചിലതൊക്കെ ഒഴിഞ്ഞാൽ കർത്താവ് വന്ന് നിറയും. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് നിറഞ്ഞ ജീവിതമാണ്. അതുകൊണ്ട് പെന്തക്കോസ്ത് നാളിൽ ആത്മാവ് വന്ന് നിറഞ്ഞതിന് ശേഷമേ സാക്ഷിക്കാൻ പോകാവൂ എന്ന് ശിഷ്യന്മാരോട് കർത്താവ് പറഞ്ഞു. സങ്കീർത്തനക്കാരൻ്റെ ഭാഷയിൽ എൻ്റെ പാനപാത്രവും നിറഞ്ഞ് കവിയുന്നു. ക്രിസ്തീയ ജീവിതം നിറഞ്ഞ് കവിയുന്ന ജീവിതമാണ്. അനുഗ്രഹിക്കപ്പെടുക മാത്രമല്ല, അനുഗ്രഹമാകുകയും കൂടിയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, അബ്രഹാമേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹിക്കുക മാത്രമല്ല, ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കുകയും ചെയ്യും. നിറഞ്ഞു കവിയുന്ന ജീവിതമായിരുന്നു അപ്പോസ്തലനായ പൗലോസിൻ്റേത്. സകലത്തെ നിറയ്ക്കുന്നവൻ ദൈവമാണ്. അവൻ നിറയ്ക്കുവാൻ ഒരുക്കമുള്ളവനാണ്. 1-ാം നൂറ്റാണ്ടിലെ സഭയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ലോകത്തെ കീഴ്മേൽ മറിച്ചവർ എന്നാണ്. അവർ ക്രിസ്തുവിൽ നിറഞ്ഞ ദൈവമക്കളായിരുന്നു. അതുകൊണ്ടാണ് അവർ സാക്ഷിച്ചത്. ആ സാക്ഷ്യം ലോകത്തെ കീഴ്മേൽ മറിച്ചു. അകം നിറഞ്ഞ് കവിയുമെങ്കിൽ പുറത്തേക്കും കവിയും. ഹൃദയം നിറഞ്ഞു കവിഞ്ഞാൽ വായി പ്രസ്താവിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു നിറവ് ഉണ്ടെങ്കിൽ നാം മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാൻ സാധിക്കും. സാക്ഷിക്കാതിരിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ നിറവില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സ്വാതന്ത്ര്യം പ്രാപിച്ച ഒരാൾ ക്രിസ്തുവിനാൽ നിറയപ്പെട്ടവരായി ദൈവം നമ്മെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിലകളിൽ സാക്ഷ്യം നിർവഹിക്കാൻ സാധിക്കും. പ്രവൃത്തികൾ കൊണ്ടും ഇച്ഛകൾ കൊണ്ടും നമ്മുടെ ഇടപാടുകൾ കൊണ്ടുമൊക്കെ ഈ സാക്ഷ്യമാണ് പങ്കുവയ്ക്കുന്നത്. വലിയൊരു മൈതാന പ്രസംഗം നടത്തുന്നു എന്നതല്ല സാക്ഷ്യം എന്ന് പറയുന്നത്. രൂപാന്തരപ്പെട്ട ജീവിതത്തിൻ്റെ നേർചിത്രമാണ് സാക്ഷ്യം. പൗലോസ് പറയുന്നു, ഇപ്പോൾ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇത്തരത്തിൽ ഉള്ള മാറ്റങ്ങൾക്ക് ദൈവം തമ്പുരാൻ ധാരാളം വേദികൾ നൽകിയിരിക്കുന്നു. സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിക്കപ്പെട്ടവർ, അതുകൊണ്ട് പൂർണ്ണമായും ക്രിസ്തുവിൽ സമർപ്പിക്കപ്പെട്ടവർ, ക്രിസ്തുവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരായി ജീവിപ്പാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ വാക്കും പ്രവൃത്തിയും നമ്മുടെ മറ്റുള്ളവരുടെ മുൻപാകെയുള്ള എല്ലാ ചലനങ്ങളും നോട്ടവും ഭാവവും ഒക്കെ ഒരു രൂപാന്തരത്തിൻ്റെ ഭാവം ഉള്ളതായിരിക്കട്ടെ. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ടവനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു പ്രഭാതം കൂടെ ദാനമായി നൽകിയതോർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പകൽക്കാലം ദൈവകൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. സ്വാതന്ത്ര്യത്തിനായിട്ട് ഞങ്ങളെ വിളിച്ച് അടിമ നുകത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തിന് സ്തോത്രം.
ഇന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെയും അവിടുത്തെ കൃപയിൽ ആശ്രയിക്കുന്നു. വരാമായിരിക്കുന്ന ആപത്തനർത്ഥങ്ങൾ വിടുവിച്ചോളണമേ. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് കൂടെ ഇരിക്കണമേ. സങ്കടങ്ങളിലും പ്രയാസങ്ങളിലും പ്രതിമുട്ടുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും നല്ല ദൈവമായി കൂടെയുള്ളത് കൊണ്ട് സ്തോത്രം. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും വർഷമാക്കി നൽകണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും നിറവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.